Good morning everybody. Welcome to the second part of his first flight. What did you study the last class? In the first part of his first flight, where did our young seagull stand? We could see the pathetic condition of young seagull. യങ് സീഗലിൻ്റെ ദയനീയമായ അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം 24 മണിക്കൂറായിട്ട് അവന് ഭക്ഷണമൊന്നുമില്ല, ആകെ വിശന്ന് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ അവനുള്ളത്. ഒരുപാട് ശ്രമിച്ചു ടു റീച്ച് ഹിസ് പാരൻസ്, അല്ലേ, അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് എത്താൻ. എന്നിട്ടും എന്തായില്ല, യാതൊരു പ്രയോജനം ഉണ്ടായില്ല. അവസാനം എന്താ ചെയ്യുന്നത്, അമ്മ ഒരു ചെറിയ സൂത്രം പ്രയോഗിക്കുകയാണ്. ആ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ആ ഫിഷിൻ്റെ ഒരു സ്ക്രേപ്പ് ചെയ്യുന്ന സംഭവം കണ്ടതോടുകൂടി അവൻ ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. അപ്പൊ ശരിക്കും വളരെ ശോചനീയമായ ഒരവസ്ഥയാണ് യങ് സീഗലിനുള്ളത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഫ്രം ദിസ് ആറ്റിറ്റ്യൂഡ് ഓഫ് യങ് സീഗൽസ് മദർ, ഈ യങ് സീഗലിന്റെ അമ്മയുടെ ഈ ആറ്റിറ്റ്യൂഡിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. The young seagull's parents were cruel. What do you think? അല്ലെങ്കിൽ do you think so? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോന്ന്? കാരണം യങ് സീഗലിന്റെ പാരൻസ് ഇങ്ങനെ ചെയ്യുന്നതിൽ അവർ ക്രൂവലായിട്ട് അല്ലെങ്കിൽ ക്രൂരരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോന്ന്. വി ഓൾറെഡി ആൻസേർഡ്, അല്ലേ, നമ്മളിതിന് ആൻസർ ചെയ്ത് കഴിഞ്ഞു. എന്താണ്? they were not cruel. അവരെന്താ അല്ല, ക്രൂവൽ അല്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ look at the next question. Can you justify the attitude of the parents? എന്താ ക്വസ്റ്റ്യൻ? പാരൻസ് അത്രയും കാട്ടിക്കൂട്ടി, അല്ലേ, അതിൻ്റെ ആ പാരൻസിന്റെ നിലപാട് ന്യായീകരിക്കപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു ജസ്റ്റിഫൈ, നിങ്ങളത് ന്യായീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്? ശരിക്കും നിങ്ങൾ ഇവിടെ ആരുടെ പക്ഷത്താ? യങ് സീഗലിന്റെ പക്ഷത്താണോ അതോ പാരൻസിന്റെ പക്ഷത്താണോ? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ദ പാരൻസ് വർ റൈറ്റ്. കാരണം പാരൻസ് ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ ചെയ്തതാണ് ശരി. എന്തൊക്കെയാണോ പാരൻസ് ചെയ്തത് അതെല്ലാം എന്തിനു വേണ്ടിയാവും? ഫോർ ദ ഗുഡ്നെസ് ഓഫ് അവർ ചൈൽഡ്, അല്ലേ, നമ്മുടെ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാവും ഇങ്ങനെ പാരൻസ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ പാരൻസ്, അതായത് മദർ സീഗലിനും അതുപോലെ തന്നെ ഫാദർ സീഗലിനും, ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം ദി ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. ഈ സ്വാശ്രയശീലം, അതായത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ ആത്മവിശ്വാസം, അതിന്റെ ആവശ്യകത ലൈഫിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാവും അവര് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ബിക്കോസ് വൺ കാൻ ഡിപ്പെൻഡ് ഓൺ ഹിസ് പാരൻസ് ഓൾ ഹിസ് ലൈഫ് ഫോർ ഹിസ് ലിവ്ലിഹുഡ്. ഒരിക്കലും ജീവിതത്തിലുടനീളം പാരൻസിനെ ആശ്രയിച്ച് കുട്ടികൾക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇവിടെ യങ് സീഗലിന്റെ പക്ഷമാണെങ്കിൽ ഹി ഷുഡ് ലേൺ ടു ഫൈൻഡ് ഫുഡ് ഫോർ ഹിംസെൽഫ്. അവന് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ കണ്ടെത്തണം. വൺസ് ഹി റീച്ചസ് എ സെർട്ടൈൻ സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ്, ഒരു നിശ്ചിത ഘട്ടത്തിലെത്തിയാൽ പിന്നെ അവനവന്റെ ഭക്ഷണം അവൻ തന്നെ കണ്ടെത്തണം. അതാണ് അവിടെ ഒരു മാർഗം. ഒരു പരിധി കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ തള്ളക്കോഴികള് കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നത്, കൊത്തിയാട്ടുന്നത് കണ്ടില്ലേ? കാരണം അവയ്ക്ക് കൂടി അറിയാം. വി സീ ദ മദർ ഹെൻ പെക്കിംഗ് ആൻഡ് ഡ്രൈവിംഗ് എവേ ഹെർ ചിക്സ് വൺസ് ദേ ആർ ഗ്രോൺ. അതെന്തിനു വേണ്ടിയിട്ടാണ് കൊത്തിയാട്ടുന്നത്? സ്വന്തമായിട്ട് ഫുഡ് കണ്ടെത്തണം. പക്ഷെ നമ്മുടെ മനുഷ്യന്മാരാണ് പിന്നെയും ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. തന്നെ ഏത് സമയം നമ്മൾ എന്തെങ്കിലും പൈസ ഇല്ലെങ്കിലോ ഫിസിക്കലി മെന്റലി ഫിറ്റ് ആയിട്ടുള്ളവർ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? അധ്വാനിക്കാൻ പോവാതെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ആൾക്കാർക്കുള്ള ഒരു നല്ലൊരു സ്റ്റോറിയാണിത്. കാരണം ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ ആശ്രയിച്ച് നമ്മൾ ജീവിക്കരുത്. അപ്പൊ അതിന്റെ ആൻസർ മനസ്സിലായല്ലോ. ദ പാരൻസ് വർ റൈറ്റ് ഇൻ വാട്ട് ദേ ഡിഡ്. അവരെന്താണോ ചെയ്തിരിക്കുന്നത് അതാണ് ശരി. കാരണം ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം എന്തിനു വേണ്ടിയാ? ടു ഫ്ലൈ. ആദ്യത്തെ പറക്കൽ അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പറന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹി ഷുഡ് ലേൺ ടു ഫൈൻഡ് എ ഫുഡ് ഫോർ ഹിംസെൽഫ്. സ്വന്തമായി ഫുഡ് കണ്ടെത്താൻ അവനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യുവർ പേരൻസ് സംടൈംസ് ബിഹേവ് ഇൻ ദ സെയിം മാനർ. ദേ മേ സീം ക്രൂവൽ ആൻഡ് അൺറിലന്റിങ്. Does it mean that they do not love you? എന്താ ചോദിച്ചിരിക്കുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളും ഇങ്ങനെ പെരുമാറിയേക്കാം. അപ്പൊ നമ്മൾ അവർ ദുഷ്ടന്മാരായിട്ട് കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ മനസ്സലിവ്, അണ്ടർലൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സലിവ് ഇല്ലാത്തവര്, മനസ്സാക്ഷി ഇല്ലാത്തവര് എന്ന് പറയില്ലേ, അങ്ങനെയായിട്ട് നമുക്ക് തോന്നാറുണ്ടോ? അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നാണോ എന്നാ ചോദിക്കുന്നത്. ആണോ? നമ്മൾ എന്തെങ്കിലും ചീത്ത പറയേ, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിന് വേണ്ടി പണിഷ് ചെയ്യും. ആ പണിഷ് ചെയ്യുന്നത് നമ്മളോട് അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല, അല്ലേ? The parents sometimes behave in this cruel and unrelenting manner to make you self-reliant. എന്തിനാ പാരൻസ് നമ്മളോട് കുറച്ചൊക്കെ ദുഷ്ടരായിട്ട് അല്ലെങ്കിൽ ക്രൂരരായിട്ട് പെരുമാറുന്നതിന് വേണ്ടിയിട്ടാണ്?
അവർക്ക് നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. അവർക്കൊരു ആഗ്രഹമുണ്ട് അല്ലെ, അവരുടെ മക്കള് ഒരു നിലയിലെത്തണം, അവരുടെ മക്കൾ ജീവിതകാലം മുഴുവനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കണം. ഈ ഒരൊറ്റ ലക്ഷ്യത്തിൽ അവരുടെ മക്കൾ നന്നാവണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്, നമ്മളെ ശകാരിക്കുന്നതും ചിലപ്പോൾ നമ്മളോട് വളരെ ക്രൂരന്മാരായിട്ട് പെരുമാറുന്നൊക്കെ. അതിനർത്ഥം അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നാണോ? ഒരിക്കലുമല്ല. അവരുടെ സ്നേഹം ശരിക്കും ഇറ്റ് ഈസ് ദെയർ ലവ് ദാറ്റ് ഫോഴ്സസ് ദം ടു ബി സീംലി ക്രൂവൽ. അവരുടെ ആ സ്നേഹമാണ് ശരിക്കും എന്താക്കുന്നത്, നമ്മളോട് മാതാപിതാക്കളുടെ ക്രൂരന്മാരാക്കുന്നത് നമ്മളോടുള്ള ആ സ്നേഹം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം ഉണ്ടാവും, ഒരു വയസ്സെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര ഏജ് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മാതാപിതാക്കളെ ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാവരുത് അവരുടെ മക്കളിൽ നിന്ന്. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുന്നത്? ഇത്രയും പറഞ്ഞതാണ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദേ ഡു നോട്ട് ലവ് യു. ഒരിക്കലും അത് അവരെ സ്നേഹിക്കുന്നില്ല എന്നല്ല. ഇറ്റ് മീൻസ് ദാറ്റ് they love you, and that is why they train you be to independent and self-reliant. They wanted to you become self-reliant and self-sufficient and independent also. If they treat you as helpless, you always remain helpless. നിങ്ങളെങ്ങാനും അവര് ഹെൽപ്ലെസ് ആയിട്ട് ഒരിക്കൽ പെരുമാറിയാൽ മതി നിങ്ങളോട്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ. എന്നാൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യേണ്ടി വരും? നിസ്സഹായരായി തന്നെ കഴിയേണ്ടി വരും. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. ലുക്ക് അറ്റ് ദ റിമൈനിങ് പാർട്ട് ഓഫ് അവർ സ്റ്റോറി. Ga ga ga, he cried, begging her to bring him over some food. Golo, she screamed back mockingly, but he kept calling plaintively, and after a minute or so, he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her leg hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. He cried, ga ga ga. കാക്കയുടെ സൗണ്ട് അറിയാലോ. അപ്പൊ അവൻ കാക്ക കാക്ക എന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് അമ്മയോട് ഭക്ഷണം യാചിക്കുകയാണ്. ബെഗി എന്ന് പറഞ്ഞാൽ യാചിക്കുക. ഗോളും ഷീ സ്ക്രീംഡ് ബാക്ക് മോക്കിംഗ്ലി. അമ്മയാണെങ്കിലോ കളിയാക്കുന്നത് പോലെ അവനെ നോക്കി. മോക്കിംഗ്ലി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത് പോലെ. അപ്പൊ കളിയാക്കുന്നത് പോലെ അവനെ നോക്കി. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവ്ലി. പക്ഷെ അവൻ തന്റെ സങ്കടം അറിയിച്ചു കൊണ്ടേയിരുന്നു. പ്ലെയിൻറ്റീവ് മീൻസ് സങ്കടം അറിയിക്കുക, സങ്കടത്തോടു കൂടി, സോറോഫുള്ളി, അതായത് വളരെ ദുഃഖത്തോടു കൂടി അമ്മയെ വിളിച്ചുകൊണ്ടേയിരുന്നു. ആൻഡ് ദെൻ സഡൻലി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം ആഫ്റ്റർ എ മിനിറ്റ് ഓർ സോ. അങ്ങനെ 1-2 മിനിറ്റിനകം എന്താ അവിടെ സംഭവിച്ചത്? അവനിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. സന്തോഷത്തോടെയുള്ള ഒരു ശബ്ദമാണ് അവനിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്താ അതിന് കാരണം? ഹിസ് മദർ ഹാഡ് എ പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ലൈങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അവന്റെ അമ്മ ഒരു മീൻ കഷ്ണവും കൊത്തി അവനടുത്തേക്ക് പറന്നു ചെന്നു. ഹി ലീൻഡ് ഔട്ട് ഈഗേളി. അവൻ ആകാംക്ഷയോട് കൂടി മുന്നോട്ട് ആഞ്ഞു. ഈ ലീൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ടായുക. ആൻഡ് ഈഗേളി മീൻസ് ആകാംക്ഷയോട് കൂടി മുന്നോട്ട് ആഞ്ഞു. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. ടാപ്പിംഗ് ഹിസ് ഫീറ്റ്. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കാലിട്ടടിക്കുക. ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ്. അപ്പൊ പാറമേ കാലിട്ടടിച്ച് സന്തോഷം കൊണ്ട് കാലിട്ടടിക്കാണ്. ആൻഡ് ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. എന്നിട്ട് പാറയിലൂടെ നീങ്ങി അവർക്കരികിൽ എത്താൻ ശ്രമിച്ചു. പക്ഷേ വെൻ ഷി വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹിം, അവർ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും, അമ്മ അവന്റെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും, ദാറ്റ് ഈസ് എബ്രസ്റ്റ് ഓഫ് ദ ലെഡ്ജ്. എബ്രസ്റ്റ് മീൻസ് കമ്മിങ് ക്ലോസ്, അതായത് അടുത്ത് വരിക. അങ്ങനെ അടുത്തെത്തിയപ്പോഴേക്കും ഷി ഹാൾട്ടഡ്. അവരവിടെ സ്റ്റോപ്പായി. ഹാൾട്ട് മീൻസ് സ്റ്റോപ്പ് ആവുക കേട്ടാ. അവിടെ നിന്നു. ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബ്. അവളുടെ കാലുകൾ ചലനമറ്റ് നിന്നിരുന്നു. ഹെർ വിങ്സ് മോഷൻലെസ്. ചിറകുകളാണെങ്കിലോ നിശ്ചലമായി. ആൻഡ് ദ പീസ് ഓഫ് ഫിഷ് ഇൻ ഹെർ ബീക്ക് ഓൾമോസ്റ്റ് വിത്തിൻ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. മീൻ കഷ്ണം അവന്റെ കൊക്കിന് വളരെ അടുത്തായിരുന്നു. രണ്ടുപേരുടെയും കൊക്ക് ഏകദേശം വളരെ അടുത്തായിരുന്നു. മീൻ കഷ്ണവും വളരെ അടുത്തായിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഹി വെയിറ്റഡ് എ മൊമെന്റ് വണ്ടറിങ് വൈ ഷീ ഈസ് നോട്ട് കമ്മിങ് നിയറർ. എന്തുകൊണ്ടാണ് അമ്മ അടുത്തേക്ക് വരാത്തതെന്ന് ചിന്തിച്ചു ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. അവൻ അത്ഭുതപ്പെടുകയാണ്, എന്തുകൊണ്ടാണ് അമ്മ അടുത്തേക്ക് വരാത്തത്. ദെൻ മാഡൻഡ് ബൈ ഹങ്കർ. പിന്നീട് വിശപ്പ് സഹിക്കാൻ വയ്യാതെ, ആകെ ഭ്രാന്ത് പിടിച്ച വിശപ്പിനാല്, ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. അവൻ എന്ത് ചെയ്തു?
മീനിന്റെ അടുത്തേക്ക് ഒരൊറ്റ കുതിക്കല്, ഒരൊറ്റ കുതിപ്പ്. വിത്ത് എ ലൗഡ് സ്ക്രീം, ഒരു വലിയ അട്ടഹാസത്തോടു കൂടി ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ സ്പേസ്. അവൻ മേലേക്ക് ഉയർന്നു, അവന് മേലോട്ടും താഴോട്ടും നീങ്ങാൻ തുടങ്ങി. അതാണ് ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ആണ്, മേലേക്കും താഴേക്കും അവൻ നീങ്ങാൻ തുടങ്ങി. ഹിസ് മദർ ഹാഡ് എ സൂപ്ഡ് അപ്വേർഡ്സ്, അപ്പോഴാണെങ്കിലോ അവന്റെ അമ്മ മേലേക്ക് ഉയർന്നു. ആസ് ഹി പാസ്ഡ് അണ്ടർ ഹെർ, അമ്മയുടെ അടുത്തു കൂടി പോകുമ്പോൾ അവളുടെ ചിറകടി വെച്ച് വരെ അവന് കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരും ശരിക്കും ഇപ്പൊ എയറിലാണുള്ളത്, സ്പേസിലാണ് ഉള്ളത്. അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൽ ടു ഫ്ലൈ ഫൈനലി? എന്താ വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൽ ടു ഫ്ലൈ ഫൈനലി? അവസാനം പക്ഷി പറക്കാൻ പ്രേരിപ്പിച്ചത്, ആ പക്ഷിയെ പറക്കാൻ പ്രേരിപ്പിച്ചത് എന്താ വസ്തു? എന്ത് കാണിച്ചു കൊടുത്തിട്ടാണ് പക്ഷിയെ അമ്മ പറക്കാൻ പ്രേരിപ്പിച്ചത്? ഫിഷ് കാണിച്ചു കൊടുത്താണ്. അപ്പൊ അവന്റെ പ്രശ്നം എന്താണ്? ഹങ്കർ ആണ് അല്ലെ, ആ വിശപ്പ് അവന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ മോട്ടീവായിട്ട് വന്നത് എന്താണ്? ഇറ്റ് വാസ് ഹങ്കർ. ഇറ്റ് വാസ് ഹിസ് ഹങ്കർ ദാറ്റ് പ്രോംപ്റ്റഡ് ദ യങ് സീഗൽ ഫ്ലൈ ഫൈനലി. അപ്പൊ ആ വിശപ്പ്, അവന്റെ വിശപ്പാണ് അവസാനം അവനെ പറപ്പിച്ചത്. ശരിക്കും അങ്ങനെ തന്നെ പറയാം. ഹി വാസ് വെരി ഹംഗ്രി ആൻഡ് ദ മദർ വുഡ് നോട്ട് ഗിവ് ഹിം ദ ഫിഷ് ഷി ഹാഡ് എ ബ്രോട്ട് വിത്ത് ഹെർ. ഷി വാണ്ടഡ് ഹിം ടു ഫ്ലൈ ടു ഹെർ ടു ഗെറ്റ് ഇറ്റ്. അപ്പൊ അവന് നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷെ അവന് വിശന്നെങ്കിലും തന്റെ കയ്യിൽ കരുതിയ ഭക്ഷണം അവന് നൽകാൻ അമ്മ തയ്യാറായില്ല. അവൻ അടുത്തേക്ക് പറന്നു വന്നു, അത് വാങ്ങാമെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷെ സംഭവിച്ചത് എന്താണ്? അടുത്തേക്ക് എത്തിയപ്പോൾ അമ്മ അവിടുന്ന് വീണ്ടും പറക്കുകയാണ് ചെയ്തത്. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. The next moment he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. He could feel the tip of his wing cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. Next paragraph in the meaning നോക്കിയേ. He was terrified for a moment and his heart froze. A monstrous terror seized him എന്ന് പറഞ്ഞത്, ഒരു വലിയ പേടി അവനെ പിടികൂടി. പേടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ഹിസ് ഹാർട്ട് സ്റ്റുഡ് സ്റ്റിൽ, അവന്റെ ഹൃദയം മരവിച്ചതുപോലെ അവന് തോന്നി. ഹി കുഡ് ഹിയർ നത്തിങ്, പിന്നെ എന്തെങ്കിലും ചുറ്റുഭാഗം നടക്കുന്നത് കേൾക്കുവോ? അവനൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് എ മൊമെന്റ്, പക്ഷെ അതൊക്കെ ഒരൊറ്റ നിമിഷത്തേക്ക് മാത്രമാണ് ആ സംഭവങ്ങൾ ഉണ്ടായത്. ആ പേടിയും അവന്റെ ഹൃദയമരവിപ്പൊക്കെ ഒരൊറ്റ നിമിഷത്തേക്ക് മാത്രം ഉണ്ടായി. ദ നെക്സ്റ്റ് മൊമെന്റ്, അടുത്ത നിമിഷം തന്നെ ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്. അവൻ എന്ത് തോന്നി? അടുത്ത നിമിഷം തന്റെ ചിറകുകൾ പുറത്തേക്ക് വിരിയുന്നതായി അവന് തോന്നി. Then the wind rushed against the breast feathers. അതുപോലെ അവന്റെ വയറിന് കീഴെയും ചിറകിനരികിലുമായിട്ട് കാറ്റിന്റെ സാന്നിധ്യവും അവന് അനുഭവപ്പെട്ടു. He could feel the tips of his wing cutting through the air. കാറ്റിനെ തന്റെ ചിറകിന്റെ അറ്റങ്ങൾ കീറി മുറുക്കുന്നതായി അവന് തോന്നി. അപ്പൊ കാറ്റും ശരിക്കും അവന്റെ ചിറകും ശരിക്കും നല്ലൊരു ഫീലിംഗ് അവിടെ അവന് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. He was not falling headlong now. ഇപ്പൊ അവൻ വീഴുകയായിരുന്നില്ല, ഇപ്പൊ അവന് വീഴുന്നതായിട്ട് തോന്നുകയും ചെയ്തില്ല. ബട്ട് ഹി വാസ് സോറിംഗ് ഗ്രാജുവലി, അവൻ ക്രമേണ നല്ല ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അത് ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്, പുറത്തേക്കും അതുപോലെ തന്നെ താഴേക്കും മുകളിലായിട്ട് അവന് പറക്കാൻ വേണ്ടി ശ്രമിച്ചു. He was no longer afraid. ഇപ്പൊ അവന് യാതൊരു പേടിയുണ്ടായിരുന്നില്ല, അവൻ നല്ല ഉഷാറായിട്ട് പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബട്ട് he just felt a bit dizzy. Dizzy means ചെറുതായിട്ടൊരു തലകറക്കം അവന് അനുഭവപ്പെട്ടു. എന്തായാലും then he flapped his wings once and soared upwards. അതൊന്നും കാര്യമാക്കാതെ അവൻ തന്റെ ചിറകുകൾ വിടർത്തി മുകളിലേക്ക് കുതിച്ചുയർന്നു. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? Why was the young bird terrified? എന്തുകൊണ്ടാണ് പക്ഷി പേടിച്ചത്? ടെറിഫൈ മീൻസ് ഭയം അല്ലെങ്കിൽ പേടി. ഹൗ ഡിഡ് ഇറ്റ് ഓവർകം ഇറ്റ്സ് ഫിയർ? എങ്ങനെയാണ് പക്ഷി ഭയത്തെ മറികടന്നത്, തരണം ചെയ്തത്? അപ്പൊ എങ്ങനെയാ പേടിക്കാനുള്ള കാരണം എന്താണ്? ദ യങ് ബേർഡ് ഡൈവ്ഡ് അറ്റ് ദ ഫിഷ് ഹിസ് മദർ വാസ് ക്യാരിയിങ്. അല്ലെ, അമ്മ കൊണ്ടുവരുന്ന ആ ഫിഷുമായിട്ട് ഇങ്ങനെ വരികയായിരുന്നു അമ്മ. ആ സമയത്ത് അമ്മയുടെ കയ്യിലിരിക്കുന്ന മീനിലേക്ക് അവൻ കുതിച്ചു ചാടി. അത് ഓർമ്മണ്ടല്ലോ. വെൻ ഹി ഡൈവ്ഡ് അറ്റ്, ആദ്യം കുതിച്ച് ചാടിയപ്പോ ഹി ഫെൽ ഔട്ട്വേർഡ്സ് ആൻഡ് ഡൗൺവേർഡ്സ് ഇൻ ടു സ്പേസ്. അവൻ
സ്പേസിൽ ശരിക്കും മുകളിലേക്കും താഴേക്കുമായിട്ട് വീഴാൻ പോകുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്തത്. ആ ഡൗൺവേർഡ്സും ഔട്ട്വേർഡ്സും ആയപ്പോഴാണ് അവനാകെ പേടിയായത്. ദ വിൻഡ് റഷ്ഡ് അഗൈൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ് ആൻഡ് ഹിസ് stomach and wings. He could feel the tip of his wings cutting through the air. He was not falling now. He was soaring. He is thus overcoming his fear. എന്താ, അവന്റെ നെഞ്ചിലും വയറിലും ചിറകിലുമെല്ലാം കാറ്റ് അനുഭവപ്പെട്ടു. അപ്പൊ ചിറകിന്റെ അറ്റം കാറ്റിനെ കീറി മുറിക്കുന്നതും അവൻ അറിഞ്ഞു. അവൻ അപ്പ വീഴുകയായിരുന്നില്ല, മറിച്ച് അവൻ പറക്കുകയായിരുന്നു. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം പറക്കൽ അവൻ തുടങ്ങിയപ്പോ അവന്റെ പേടിയാകെ മാറുകയും ചെയ്തു. നെക്സ്റ്റ് പാരഗ്രാഫ്. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga, 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 golom. His mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and sister flying around him, soaring and diving. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. ഈ പാരഗ്രാഫിനകത്ത് he made a joyful sound and flapped his wings again. ഇപ്പോൾ അവൻ നല്ല സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങുകയാണ് അല്ലെ. സന്തോഷ സൂചകമായ ഒരു ശബ്ദത്തോടെ അവൻ വീണ്ടും ചിറകുകൾ വിരിച്ചു, ഒപ്പം മുകളിലേക്ക് ഉയർന്നു. He raised his breast and banged. അതേപോലെ തന്നെ നെഞ്ചുയർത്തി പിടിച്ച് അവൻ കാറ്റിനെതിരെ നീങ്ങി കാ 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 എന്ന് അവൻ ശബ്ദം ഉണ്ടാക്കി ഉറക്കെ കരയാൻ തുടങ്ങി. ഹിസ് മദർ swooped past him. അതേ ശബ്ദത്തോടു കൂടി തന്നെ വലിയൊരു ചിറകടിച്ചയോടുകൂടി അവന്റെ അമ്മയും കുതിച്ചുയർന്നു. മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അപ്പൊ അമ്മയും വലിയൊരു സൗണ്ടോട് കൂടി തന്നെ അവന്റെ ഒപ്പം കുതിച്ചുയർന്നു. ഹി ആൻസേർഡ് ഹെർ വിത്ത് അനദർ സ്ക്രീം. അപ്പൊ സന്തോഷ സൂചകമായ ഒരു ശബ്ദത്തിലൂടെ അവൻ അമ്മയ്ക്കുള്ള മറുപടിയും നൽകി. ദെൻ ഹിസ് ഫാദർ. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാം. അച്ഛനും അതേപോലെ തന്നെ ഫ്ലീ ഓവർ ഹിം സ്ക്രീമിങ്. അവനെ മറികടന്ന് ഒച്ചയിട്ട് പറന്ന് അച്ഛനായിരുന്നു. അപ്പൊ അച്ഛൻ അവനേക്കാൾ മുന്നിൽ പറന്നു കഴിഞ്ഞു. ദെൻ ഹി സോ. പിന്നെയാണ് അവൻ കണ്ടത് ആരൊക്കെ ഉണ്ടായിരുന്നു? ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൌണ്ട് ഹിം, സോറിംഗ് ആൻഡ് ഡൈവിംഗ്. പിന്നീട് അവൻ നോക്കുമ്പോൾ കണ്ടത് തനിക്ക് ചുറ്റും തന്റെ സഹോദരങ്ങളും ചിറകടിച്ച് പറക്കുന്നതായിരുന്നു. അവർ സോറിംഗിന്റെ ഉയർന്നു പറക്കുന്നുണ്ട് ആൻഡ് ഡൈവ് ചെയ്യുന്നുണ്ട്. Then he completely forgot that he had not always been able to fly. അതോടുകൂടി അവന്റെ ആ വീക്ക്നെസ് അവൻ മറന്നു കഴിഞ്ഞു. തനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ആ കാര്യം അവൻ കംപ്ലീറ്റ്ലി ഫോർഗോട്ട്, ടോട്ടലി ആയിട്ട് അവൻ മറന്നു കഴിഞ്ഞു. ആൻഡ് കമൻസ്ഡ് മീൻസ് ബിഗാൻ. വീണ്ടും അവൻ ഡൈവ് ചെയ്യാനും അതുപോലെ തന്നെ സോർ ചെയ്യാനും തുടങ്ങി. ഡൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, കുതിക്കുക. അതുപോലെ സോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്ലൈ ഹൈ, ഉയരത്തിലേക്ക് പറക്കുക. ശ്രീക്കിംഗ് ശ്രിലി, ഒരു പ്രത്യേക ഉച്ചത്തിൽ ശബ്ദമിട്ടുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? വായുവിലൂടെ കുതിച്ചുയർന്നിരുന്നത്. He was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him, with a little ridges moving over it. He turned his beak sideways and crowed amusedly. His parents and his brothers and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings. But he was tired and weak with the hunger, and he could not rise, exhausted by the strange exercise. His feet sank into the green sea, and then his belly touched it and sank no further. He was floating on it, and around him his family was screaming, praising him, and their beaks were offering his scraps of dogfish. He had made his first flight. Where does the young seagull now? ഇപ്പൊ യങ് സീഗൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണുള്ളത്? അപ്പോ he was near the sea now, അല്ലെ? ഇപ്പോൾ അവൻ ശരിക്കും കടലിന് അടുത്ത് തന്നെയാണ്. അതും ഫ്ലൈങ് സ്ട്രേറ്റ് ഓവർ ഇറ്റ് എന്നാണ് പറഞ്ഞത്. കടലിന് മുകളിൽ ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. കടലിന് മുകളിൽ തൊട്ടില്ല എന്ന മട്ടിലാണ് അവൻ പറക്കുന്നത്. He saw a vast green sea beneath him, with a little ridges moving over it. വിശാലമായ കടല് തിരകളടങ്ങി തനിക്ക് താഴെയായി കിടക്കുന്നത് അവന് കാണാൻ പറ്റുന്നുണ്ട്. He turned his beak sideways. അവൻ തന്റെ കൊക്ക് ചെരിച്ചു പിടിച്ച് തമാശ രൂപത്തിൽ അവൻ ഒച്ചയിടാണ്. ആൻഡ് ക്രൗഡ് അമ്യൂസ്ഡ്ലി, വളരെ ആവേശകരമായിട്ടുള്ള രീതിയിൽ അവൻ ഒച്ചയിടുന്നത്. ഹിസ് പാരന്റ്സ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. അവന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും
ആ ഒരു പച്ചപ്പുള്ള സ്ഥലത്ത് അവന് മുമ്പിലായി വന്നിരുന്നു. They were beckoning to him. അവരവനെ ബെക്കോൺ മീൻസ് മാടി വിളിക്കുക. അവനെ സിഗ്നൽ കാണിച്ച് വിളിച്ചുകൊണ്ടിരുന്നു. അവൻ പതിയെ, അവൻ ശരിക്കും എന്താ, ഗ്രീൻ കോളിംഗ് ശ്രീലി, അവരെ വിളിച്ചുകൊണ്ടേയിരുന്നു. He dropped his leg to stand on the green sea. അവൻ പതിയെ അവന്റെ കാലുകൾ കടലിൽ പതിപ്പിച്ചു. He legs sank to it. പക്ഷെ അവൻ മുങ്ങിപ്പോകുന്നത് പോലെയാണ് അവന് തോന്നിയത്. He screamed with a fright. അവൻ പേടിച്ചുകൊണ്ട് നിലവിളിച്ചു. And attempt to rise again. വീണ്ടും അവിടുന്ന് ഉയരാൻ വേണ്ടി അവൻ ശ്രമിച്ചു, മേലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിച്ചു. പേടിച്ചിലറിക്കൊണ്ട് അവൻ വീണ്ടും തന്റെ ചിറകുകൾ വിടർത്തി മേലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, അതാണ് ചിറകിട്ടടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ഹി വാസ് വെരി ടയേർഡ്. അവൻ ആകെ ക്ഷീണിതനായിരുന്നു. ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. അറിയാലോ, വിശപ്പ് കൊണ്ടുള്ള തളർച്ചയും ഇത്ര നേരത്തെ അധ്വാനം കൊണ്ട് അവൻ ഉയരാനേ കഴിഞ്ഞില്ല. ഹി കുഡ് നോട്ട് റൈസ്. അവന് ഉയരാൻ കഴിഞ്ഞില്ല. എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. കാരണം ഇതുവരെ ശീലമില്ലാത്ത ഒരു എക്സസൈസ് ആണ് അവന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഉയരാൻ കഴിഞ്ഞില്ല. ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ. അവന്റെ കാലുകൾ വെള്ളത്തിനടിയിലേക്ക് പോയി. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. പിന്നെ അവന്റെ വയറ് വെള്ളത്തിൽ പതിയെ അമരുന്നത് അവൻ അറിഞ്ഞു. ഹി സാങ്ക് നോ ഫർദർ. പക്ഷെ അത് വെള്ളത്തിൽ മുങ്ങുന്നില്ല എന്നും അവന് മനസ്സിലായി. ഹി വാസ് ഫ്ലോട്ടിംഗ് ഓൺ ഇറ്റ്. പകരം അവൻ എന്താ ചെയ്യുന്നത്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ഫ്ലോട്ട് മീൻസ് പൊങ്ങിക്കിടക്കുക. ആൻഡ് അറൗണ്ട് ഹിം, അപ്പൊ അവന് ചുറ്റുമായിട്ട് ആരൊക്കെയുണ്ട്? ഹിസ് ഫാമിലി വാസ് സ്ക്രീമിംഗ് ആൻഡ് പ്രൈസിങ് ഹിം. അവന്റെ കുടുംബം മുഴുവനും അവന് ചുറ്റും നിന്ന് ആനന്ദ നൃത്തം ചെയ്യുകയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി അവനെ പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ദിയർ ബീക്സ് വെർ ഓഫറിംഗ് ഹിസ് സ്ക്രാപ്പ് ഓഫ് ഡോഗ് ഫിഷ്. കൂടാതെ അവൻ ആവശ്യമുള്ള മീൻ കഷ്ണവും അവൻ നൽകുകയും ചെയ്തു. ഡോഗ് ഫിഷ് മീൻസ് എ കൈൻഡ് ഓഫ് ഫിഷ്. അല്ലാതെ നായ ഫിഷ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സ്രാവ് പോലത്തെ ഒരു മീനിനാണ് എന്ത് പറയാ, ഡോഗ് ഫിഷ് എന്ന് പറയാം. Thus he had made his first flight. അതായിരുന്നു അവന്റെ ആദ്യത്തെ പറക്കൽ. മനസ്സിലായല്ലോ സ്റ്റോറി? അപ്പൊ നമ്മുടെ യങ് സീഗലിന്റെ ആദ്യത്തെ പറക്കൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. അതിനെ മോട്ടിവേറ്റ് ചെയ്തത് ആരാണ്? മെയിനായിട്ട് നിന്നത് അവന്റെ അമ്മയാണ്, അല്ലെ? അമ്മ ആ ഫിഷ് കാണിച്ചു കൊടുത്തു. വിശക്കുന്ന സമയത്ത് അവനത് കാണിച്ചു കൊടുത്തത് കാരണം മാത്രമാണ് ആ ഫിഷിലേക്ക് അവൻ ഡൈവ് ചെയ്തത്. അല്ലെങ്കിൽ അവനെ കൂടെ കിടക്കുവോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണ് അവൻ ആദ്യത്തെ അവന്റെ ശ്രമം, അവിടെ മടിയൊക്കെ അവിടെ ഉപേക്ഷിച്ച് അവൻ ആദ്യമായിട്ടൊന്ന് പരിശ്രമിച്ചത്. ആ പരിശ്രമം എന്തായിട്ട് മാറി? സക്സസ് ആവുകയും ചെയ്തു. ഇനി അവന് പേടി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ഒരു സിംഗിൾ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു ചവിട്ടുപടി നമ്മൾ കടന്നേ മതിയാകൂ. ഇപ്പൊ അവൻ ആദ്യത്തെ അറ്റംപ്റ്റോടെ കംപ്ലീറ്റ് ആയി, വളരെ സക്സസ്ഫുൾ ആയി. ഇനി ഒരിക്കലും അവനവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, പേടി ഉണ്ടാവുകയില്ല. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലോ, ഒന്നും കൂടെ നോക്കാല്ലേ. ഹൗ ഡിഡ് ദ ഫാമിലി സപ്പോർട്ട് ദ സീഗൽ? ആ ഫാമിലി എങ്ങനെയാണ് അവനെ സപ്പോർട്ട് ചെയ്തെന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് അവന്റെ കുടുംബം ആ പക്ഷിയെ സഹായിച്ചത്. ദ മദർ ഫ്ലൂ പാസ്റ്റ് ഹിം, അല്ലെ, മേക്കിംഗ് എ ജോയ്ഫുൾ സൗണ്ട്. അമ്മയാണെങ്കിൽ നല്ല സന്തോഷത്തിന്റെ ശബ്ദം ഉണ്ടാക്കി അവനൊപ്പം പറന്നു. ഫാദർ ഫ്ലൂ ഓവർ ഹിം, അച്ഛൻ അവന്റെ മുകളിലേക്ക് പറന്നു, അല്ലെ അവന്റെ മേലെ പറന്നു. സ്ക്രീമിംഗ് വിത്ത് എ ജോയ്, അതും സന്തോഷത്തിന്റെ സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ടു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ വർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം, അവന്റെ സഹോദരങ്ങൾ സന്തോഷത്തോടെ അവന് ചുറ്റും പറന്നു. അപ്പൊ അമ്മ അവന്റെ ഒപ്പം വന്നു, അതുപോലെ ഫാദർ അവനേക്കാൾ മുന്നിൽ പോയി, സഹോദരങ്ങൾ അവന് ചുറ്റും നിന്നു. ആൻഡ് സോറിംഗ് ഡൈവിംഗ് ഇൻ ദിസ് വേ ദ ഫാമിലി സപ്പോർട്ടഡ് ഹിം. അപ്പൊ അവന്റെ ഉത്തരത്തിലാണ് അവന്റെ കുടുംബം ആ പക്ഷിയെ സഹായിച്ചത്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ കുഡ് നോട്ട് ദ യങ് സീഗൾ സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ? എന്തുകൊണ്ടാണ് ആ കൊച്ചു കിളിക്ക് അല്ലെങ്കിൽ കടൽ കാക്കയ്ക്ക് കടലിൽ നിൽക്കാൻ കഴിയാതിരുന്നത്? അതിന് കാരണം എന്താണ്? ദ യങ് സീഗൾ കുഡ് നോട്ട് സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ ബിക്കോസ് ദ ലെഗ്സ് വുഡ് ഗോ ഡൗൺ ദ വാട്ടർ. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് പോലെ അവന് അനുഭവപ്പെടുകയായിരുന്നു. ബട്ട് ഹി കുഡ് നോട്ട് റൈസ്, അവന് അത് ഉയരാൻ സാധിക്കാത്ത എന്താണ്? ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ, എക്സോസ്റ്റഡ് ബൈ ദി സ്ട്രേഞ്ച് എക്സസൈസ്, അല്ലെ? പിന്നെ ഹിസ് ഫീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫർദർ. ടെക്സ്റ്റ് ബുക്കിൽ അതേപടി ആൻസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, കാരണം അവൻ ആകെ ടയേർഡാണ്, ആകെ ക്ഷീണിതനാണ്, കൂടാതെ തളർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവന് വെള്ളത്തിൽ നിന്ന് ഉയരാൻ സാധിക്കാതിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ബേർഡ്സ് പാരന്റ്സ് ലവ്ഡ് ഹിം? പക്ഷിയുടെ മാതാപിതാക്കൾ അവനോട് സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ഇപ്പൊ കരുതുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായി? മാറിയില്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ പക്ഷിയുടെ മാതാപിതാക്കൾ അവനോട് സ്നേഹം ഉണ്ടെന്ന് തോന്നാൻ കാരണം? ഓഫ് കോഴ്സ് ദ ബേർഡ്സ് പാരന്റ്സ് ലവ്ഡ് ഹിം. കാരണം നല്ല സ്നേഹമുള്ളവരാണ്. കാരണം എന്താ? ദേ വാണ്ടഡ് ടു ടീച്ച് ഹിം ഹൗ ബി കറേജിയസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അവ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ദേ വാണ്ടഡ് to become self-confidence
ആൻഡ് സെൽഫ് റിലയൻസ്. അവർ ആഗ്രഹിക്കുന്നുണ്ട് യങ് സീഗൽ എന്തായി മാറണം? കറേജിയസ് ആവണം, കോൺഫിഡന്റ് ഉള്ളവനാവണം. ദ മദർ ഈവൻ കം വിത്ത് എ പീസ് ഓഫ് ഫിഷ് ടു ടെംപ്റ്റ് ഹിം ആൻഡ് ടു അറ്റംപ്റ്റ് ദ ഫ്ലൈറ്റ്. ആൻഡ് വെൻ ഫൈനലി ഹി ഫ്ലൂ, all the family members showed their joy by flying with him and making happy noise. അല്ലെ, എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് അവനെ സപ്പോർട്ട് ചെയ്തത്. എല്ലാ പാരന്റ്സ് മാത്രമല്ല, അവന്റെ സിബ്ലിങ്സ്, അതായത് സഹോദരങ്ങളും അവനൊപ്പം തന്നെ നീന്തിന് വേണ്ടിയിട്ടായിരുന്നു. അവർക്കൊരു ആഗ്രഹമുണ്ട്, ടു ബിക്കം സെൽഫ് റിലയൻറ്റ് ആൻഡ് സെൽഫ് സഫീഷ്യന്റ്. ദേ വാണ്ടഡ് ഹിം ടു ഫ്ലൈ. അവർക്ക് ആഗ്രഹം, അവർ പറക്കണം. പറന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദേ ഷുഡ് ലേൺ ടു സെർച്ച് ദ ഫുഡ് കണ്ടെത്തി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ സ്റ്റോറി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിൽ ആക്ടിവിറ്റി 1 ഉണ്ട്, റീഡ് ആൻഡ് റെസ്പോണ്ട്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ സ്റ്റോറി? ഇത്രയും കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റോറിയുടെ തീം എന്തായിരിക്കും. എന്താണ് ഈ സ്റ്റോറിയുടെ തീം? തീം ഓഫ് ദ സ്റ്റോറിയാണ് ഞാൻ ക്ലാസിന്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ആദ്യത്തെ പാർട്ടിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോറിയുടെ തീം ഞാൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു തീം? ബിൽഡിംഗ് കോൺഫിഡൻസ്, സെൽഫ് റിലയൻസ് ഇൻ യങ്സ്റ്റേഴ്സ്. അല്ലെ, യുവാക്കളിൽ ശരിക്കും എന്ത് ചെയ്യുക? ചെറുപ്പക്കാരിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ സ്വയാശ്രയം ഉണ്ടാക്കി തീർക്കുക എന്നുള്ള, പരിശീലനം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. ഇനി അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ യങ് ബേർഡ്? ഇവിടെ ഈ യങ് ബേർഡ് ശരിക്കും ഫേസ് ചെയ്തിരുന്ന ആ ഒരു ക്രൈസിസ് എന്താണ്? ബുദ്ധിമുട്ട് എന്താ? യങ് സീഗലിന് നേരിടേണ്ടുന്ന ബുദ്ധിമുട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ശരിക്കും അവൻ എന്തായിരുന്നു? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അല്ലെ, എന്താ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്? ആത്മവിശ്വാസക്കുറവ്, കൂടാതെ ഫിയർ, അവന്റെ പേടി, ഗോയിങ് ഔട്ട് ഓഫ് ദി പ്രൊട്ടക്റ്റീവ് ഷെൽട്ടർ ഓഫ് ഹിസ് ഹോം. അവന് പുറത്തേക്ക് ഇറങ്ങിയാൽ വീണ് പോകുമോ എന്നുള്ള ഒരൊറ്റ പേടിയൊക്കെ ആയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? അതാണ് അവന്റെ പ്രശ്നം. അതായിരുന്നു അവൻ അനുഭവിച്ചിരുന്ന ക്രൈസിസും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ പാരന്റ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ പാരന്റ്സിന്റെ റിയാക്ഷൻ, അതിന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പാരന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ല വയസ്സാണ്, ക്ലവർ ആണെന്നൊക്കെ ഉള്ളത്. കൂടാതെ അവര് ഇപ്പൊ ഇത്രയും പറഞ്ഞൊരു 3-4 ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ സെയിം ആയിട്ട് ഇതിൽ വരുന്നത്. മദർ ബ്രിങ്സ് ഫിഷ് ഓഫ് ഫിഷ് വെരി ക്ലോസ് ടു ദ യങ് ബേർഡ്. കാരണം മോട്ടിവേറ്റ് ചെയ്ത് ഇവിടെ ആരാണ്? അമ്മയാണ്. അമ്മയ്ക്കാണ് അതിനുള്ള കഴിവ്. മദർ മോട്ടിവേറ്റ് ദ യങ് സീഗൽ ടു ഫ്ലൈ. അല്ലെ, പറക്കാനുള്ള മോട്ടിവേഷൻ അമ്മയാണ് കൊടുത്തത്. അവരോടുകൂടി പറഞ്ഞതോടെ ആ ഒരു വിശപ്പ് എന്നുള്ള ഒരു സംഭവം അമ്മയ്ക്ക് മനസ്സിലായി. അതാണ് അമ്മ മക്കളുടെ മനസ്സിലാക്കി ചെയ്തൊരു കാര്യം. അമ്മയുടെയും അതുപോലെ തന്നെ വീട്ടുകാരുടെയും ആഗ്രഹം എന്തായിരുന്നു? ടു സീ ദെയർ ചൈൽഡ് കോൺഫിഡന്റ് ആൻഡ് സെൽഫ് റിലയന്റ്. എപ്പോഴും മക്കള് കോൺഫിഡന്റ് ആവണം, അതുപോലെ തന്നെ സെൽഫ് സഫീഷ്യന്റ് ആവണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ദേ ഫ്ലൈ വിത്ത് ഹിം മോക്കിംഗ് ആൻഡ് ജോയ്സ്ലി. വളരെ സന്തോഷത്തോടു കൂടി അവരൊപ്പം സപ്പോർട്ടീവായിട്ട് നിന്നത് അതുകൊണ്ടാണ്. ഈ ഗുഡ് സപ്പോർട്ടീവ് ആയ ഒരു മോട്ടിവേഷൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, യങ് സീഗലിന്റെ പാരന്റ്സിന് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ ഐഡന്റിഫൈ ദ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി ടു എക്സ്പ്രസ് തോട്ട്സ്, ആറ്റിറ്റ്യൂഡ്, മൂവ്മെന്റ്, സൗണ്ട്, ഇമോഷൻ, അപ്പിയറൻസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബേർഡ്സ് ഓർ പ്ലേസസ് എക്സെട്ര. ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് ഈ സ്റ്റോറി വായിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് എക്സ്പ്രഷൻസ് കിട്ടും. അതായത് സീഗലിന്റെ, അമ്മ സീഗലിന്റെ തോട്ട്സ്, അവർ ചിന്തിക്കുന്ന കാര്യങ്ങള്, അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങള്, അവരുടെ മൂവ്മെന്റ്സ്, ഓരോ ചലനങ്ങളും, അവർ പുറപ്പെടുവിച്ച സൗണ്ട്, അവരുടെ എമോഷൻസ്, വികാരങ്ങള്, അപ്പിയറൻസ്, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബേർഡ്സ്, പക്ഷികളെ കുറിച്ചുള്ള വിവരണം, അതുപോലെ പ്ലേസ്, സ്ഥലത്തെ കുറിച്ചുള്ള വിവരണം, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്ലേസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാം ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ. അല്ലെ, അത് ഇതിനെ കുറിച്ചുള്ളതാണ്? സമുദ്രത്തെ കുറിച്ചുള്ള വിവരണമാണ്. ദ റഫ് ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ്, അത് ഇതിനെ കുറിച്ചുള്ളതാണ്? ഒരു കൂടിനെ കുറിച്ച്. ദ ലെഡ്ജ് എന്ന് പറഞ്ഞാലേ ഡീപ്പ് വൈഡ് ക്രാക്ക്, എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലാറ്റോ, he saw a vast green sea beneath him with a little ledges moving over it. ഇത്രയും സംഭവങ്ങൾ പ്ലേസിനെ കുറിച്ച് അവിടെ വിവരിച്ചിട്ടുണ്ട്. ഇനി ബേർഡ്സിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? he had taken a little run to the brink of the ledge and attempted to flap his. ഇതാരാ ഈ ഹാഡ് എന്ന് പറഞ്ഞത്? യങ് സീഗലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. അതുപോലെ he failed up to muster up the courage, his father mother come around him. ഇത്രയും സംഭവങ്ങൾ അവിടെ പറഞ്ഞിട്ട് he had watched his parents flying about his mother and sister, perfecting them in the art of flight, teaching them now to skim the waves and how to dive for fish. അപ്പൊ ഒരുപാട് സെന്റൻസുകളാണ് അതിനകത്ത് എന്തിനെ കുറിച്ച്? പക്ഷികളെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തോട്ട്സ് ഉണ്ട്, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, പിന്നെ പക്ഷികളുടെ സൗണ്ട്, ഗാഗ എന്നുള്ള സൗണ്ട് മാത്രമല്ല, മോക്കിംഗ് ഉണ്ട്, സ്ട്രീക്കിംഗ്, ശ്രില്ലി, ഈ സൗണ്ട് ഒക്കെ അതിൽ പറയുന്നതാണ്. അല്ലെ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ട്സും തോട്ട്സും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇമോഷൻസ്, ആ ഫീലിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. സിമ്പത്തറ്റിക്കൽ, പ്ലെയിൻറ്റീവ് ആയിട്ട് അവിടെ പറയുന്നുണ്ട് വേർഡ്. അതുപോലെ പിന്നെ
ഹങ്കർ, വിശപ്പ് എന്നുള്ളതൊരു ഫീലിംഗ് ആണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞല്ലോ. ഫീലിങ്സിനെ കുറിച്ചും എല്ലാ സംഭവങ്ങളോടെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. Question number 5. Do you think such expressions make the narrative more effective and engage your interest and attention? എന്താ അതിന്റെ ആൻസർ? ഇത്രയും എക്സ്പ്രഷൻസ് ഇവിടെ നെറേറ്റീവ് ഉപയോഗിച്ച് കഥ പറയുന്നതിൽ ഉപയോഗിച്ചത് എഫക്റ്റീവ് ആയോ ഇല്ലേ എന്നുള്ളതാണ്. കാരണം ഇത് എഫക്റ്റീവ് ആയി. കാരണം ഈ സ്റ്റോറി തന്നെ വളരെ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് പേഴ്സിനെ കുറിച്ചും പ്ലേസിനെ കുറിച്ചൊക്കെ നല്ല വിവരണം തന്നിട്ടുണ്ട്. അപ്പൊ സച്ച് എക്സ്പ്രഷൻസ് മേക്ക് ദ നറേറ്റീവ് മോർ എഫക്റ്റീവ് ആൻഡ് എൻഗേജ് അവർ ഇൻട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ശ്രദ്ധയും പിടിച്ചു പറ്റുന്ന രീതിക്കുള്ള ഒരു ലാംഗ്വേജ് സ്റ്റൈലാണ് ഇവിടെ നറേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ സന്ദേശം എന്താണെന്ന്. എല്ലാ സ്റ്റോറിക്കും ഒരു മെസ്സേജ് ഉണ്ടാവും. നമുക്ക് ഈ തന്നിരിക്കുന്ന സ്റ്റോറിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ശരി എന്തിനു വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആയിരുന്നു? ആ സീഗലിന്റെ ആദ്യത്തെ അവസ്ഥയും സ്റ്റോറി അവസാനിക്കുമ്പോഴത്തെ അവസ്ഥയും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അതാണ് അവിടെ മെസ്സേജ് എന്ന് പറഞ്ഞത്. അവിടെ ആറ്റിറ്റ്യൂഡിലും അതുപോലെ തന്നെ അവന്റെ ടോട്ടലി ഒരു ചേഞ്ച് ആണ് കാണുന്നത് അല്ലെ. ആദ്യത്തിൽ ഒരു കവേർഡൈസ് ആണ്, ഒരു ഭീരുവായിരുന്നു. പിന്നെ അവസാനമായപ്പോഴേക്കും എന്താണ്, ആ പാരന്റ്സിന്റെ ഇന്റൻഷൻ എന്താണോ അത് സക്സസ് ആയി. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? യങ് സീഗലിനെ പറപ്പിക്കുക എന്നുള്ളതാണ്. അവരെ കുട്ടിയെ എങ്ങനെയെങ്കിലും ഇൻഡിപെൻഡന്റ് ആക്കണം. അവർ പറന്നു കഴിഞ്ഞില്ലെങ്കിൽ ആ പക്ഷികൾക്ക് ഒരിക്കലും ഇര തേടി പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ബി കറേജിയസ്. അവിടെ പറക്കണം എന്നുണ്ടെങ്കിൽ പക്ഷിക്ക് എന്ത് വേണ്ടിയിരുന്നു? ധൈര്യം വേണ്ടിയിരുന്നു. അപ്പൊ നമുക്കും ഒരു ജോലി കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളും സ്വന്തം കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യാനുള്ള ഒരു തന്റെ ഇടം, ഒരു ധൈര്യം നമുക്കുണ്ടാവണം. അപ്പൊ അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡന്റ് നമുക്കുണ്ടാവണം. ഈ കോൺഫിഡന്റും ധൈര്യം നമുക്ക് കിട്ടുമ്പോൾ വി ആർ ടു ബി സെൽഫ് റിലയന്റ് അല്ലെ, നമ്മൾ സ്വയം പര്യാപ്തരാവും. അതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? ജീവിതത്തിൽ സക്സസ് ആക്കുന്നത്. സ്വയം പര്യാപ്തരായി ജീവിക്കുന്ന കാലത്തോളം നമ്മൾ സക്സസ് ആണ് ലൈഫിൽ. അതല്ലെങ്കിൽ വി മസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എന്നും മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഒരു 5 പൈസയ്ക്ക് അല്ലെങ്കിൽ എണ്ണ അടിക്കാനോ അതല്ലെങ്കിൽ ഫോണിൽ റീചാർജ് ചെയ്യാനോ വരെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. എപ്പോഴും സ്വയം പര്യാപ്തരായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണം അല്ലെ. നിങ്ങളിപ്പോ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുക. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. നെക്സ്റ്റ് ആക്ടിവിറ്റി റിവ്യൂ ആണ്. അപ്പൊ റിവ്യൂ നമ്മളിപ്പോ ചെയ്യുന്നില്ല, കാരണം റിവ്യൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് റിവ്യൂവിന്റെ ഇമ്പോർട്ടൻസ് പോയിന്റ്സ്, എന്തൊക്കെ റിവ്യൂവിൽ കൊടുക്കണം, ആ കാര്യങ്ങളൊക്കെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. കാരണം റിവ്യൂ ഇമ്പോർട്ടന്റ് ഡിസ്കോഴ്സ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് റിവ്യൂ. അങ്ങനെ ആക്ടിവിറ്റി 2 ഉം 3 ഉം 4 കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.